എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്തൻസിലെ ഏറ്റവും, അതായത് ഗ്രീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്പർ 1 ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. ഇപ്പം അത് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ സ്ഥലത്തിന്റെ പേരാണ് അക്രോപോളിസ്. അക്രോപോളിസ് എന്ന് പറയുന്ന അക്രോപോളിസ് അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഇപ്പൊ പലരും പല രീതിയിലാണ്. അക്രോപോളിസ് എന്നല്ല ഞാനും പറഞ്ഞത്. നമ്മള് മലയാളികളാണ്, ഇംഗ്ലീഷുകാരല്ല. നിങ്ങൾ ഇംഗ്ലീഷുകാരല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അക്രോപോളിസിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആത്തൻസിൽ നിന്ന് 150 കിലോമീറ്റർ എവേ ഉള്ള ഒരു ചെറിയ ടൗൺ സൈലോകാസ്ട്ര എന്ന് പറയുന്ന ടൗണിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1 hour 45 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട് തിരിച്ച് ആത്തൻസിലോട്ട് വരാൻ. നമ്മൾ ഫ്ലൈറ്റ് വന്നത് ആത്തൻസിലാണ്, ആത്തൻസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആത്തൻസിൽ വന്നേക്കുവാണ് ഈ ടൗണിൽ. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പറയുമായിരുന്നു ഇവിടെയൊക്കെ ട്രാഫിക് കുറവുണ്ടായിരുന്നു, വലിയ ട്രാഫിക് ഒന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ വീണ്ടും ട്രാഫിക് ഉണ്ട്. നമ്മൾ സെയിം ഇത് തന്നെ. ഇപ്പോൾ നമ്മൾ ലണ്ടനിലാണെങ്കിലും ഇപ്പോൾ സിറ്റിയിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ ട്രാഫിക്കാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് മോട്ടോർ വേകളിൽ M25 ആണെങ്കിൽ പറയാൻ വേണ്ട. ഇത് ഇത്രയും ലൈനുകളുണ്ടെങ്കിലും നല്ല ട്രാഫിക് ഉണ്ട്. പക്ഷേ നമ്മൾ തൊട്ട് പുറകിൽ ഒരു ആംബുലൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആംബുലൻസ് അതുവഴി അങ്ങ് പോയത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൈലക്കാസ്റ്റ് ചെറിയ ടൗൺ ആയിരുന്ന കാരണം അവിടെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ട്രാഫിക്. ഇനി എത്ര മിനിറ്റാ കാണിക്കുന്നത്? 26 minutes. അപ്പോൾ ഇനി ഒരു 26 മിനിറ്റ്സ് ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? 6.2 kilometer. അത്രേ ഉള്ളോ? ഏയ് ട്രാഫിക് അല്ലേ, അത് കാരണമാണ്. കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ. ട്രാഫിക് കാരണമാണ്, ആ സ്പീഡ് ലിമിറ്റിംഗ് കാരണമാണ് ഇത്ര സമയം എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണാം അക്രോപോളിസ്. ഇത് മുകളിൽ നോക്ക്, ദൂരെയായിട്ട് കാണാം ഈ വണ്ടിയുടെ മറവ് കാരണം. ചെറിയൊരു മലയുടെ അപ്പൊ ദൂരെയായിട്ട് നമുക്ക് അക്രോപോളിസ് കാണാം. ഇവിടെ നിന്ന് അക്രോപോളിസിന് ഭയങ്കര ഹിസ്റ്ററി ഉണ്ട്. അത് ചക്കി പറഞ്ഞു കൊടുക്കണം കേട്ടോ. ചക്കി ഹിസ്റ്ററി എന്താണ്? ഹിസ്റ്ററിയൊക്കെ അതായത് ഗ്രീസിലെ 1ാം നമ്പർ. പിന്നെ അല്ലാതെ ഈ എന്താ പറയുന്ന ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ സാന്ററോണി എന്ന് പറയുന്ന ഐലൻഡ് ആണ് കേട്ടോ. അത് ഐലൻഡ് ഇവിടെ നിന്ന് ഒരു 5-6 hours. ഇവിടുന്ന് ഒരു 5-6 hours ഫെറിയിൽ പോയി കഴിഞ്ഞാൽ സാന്ററോണി പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എടുക്കണം. അതാണ് മറ്റേ ഈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഫുഞ്ചൽ മദീരയിലേയും പോയിട്ടില്ലേ? ഫുഞ്ചൽ മറ്റേ ക്രൂസിൽ ഫുഞ്ചൽ മദീരയിൽ ഇതുപോലൊരു ബ്രിഡ്ജും ഇതുപോലൊരു ഏരിയ ആണ്. അവിടെ എത്തിയ പോലൊരു ഫീല്. അപ്പോൾ ഇത് പക്ഷേ ന്യൂയോർക്കിലെ മറ്റേ ടാക്സികളുടെ കളറാണല്ലോ യെല്ലോ.
പറഞ്ഞെ. ഓ ബ്ലാക്ക് ക്യാബ്. ടാക്സി എല്ലാം മഞ്ഞയാണ്. അതിന്റെ കൂടെ മഞ്ഞ കാറുണ്ട് സാധാരണ. എവിടെ മഞ്ഞ കാർ? അതിന്റെ പുറകിലൊക്കെ ടാക്സി ഇവിടെ തിരിയണം. 300 മീറ്റർ ഉണ്ട്. അത് അയാൾ ടാക്സി മേടിച്ചായിരിക്കും പഴയത്. അത് ടാക്സി നോക്കിയ പഴയ കെട്ടിടം കണ്ടോ? ഇടത് സൈഡിൽ നോക്കിയേ, പൊളിഞ്ഞു കിടക്കും. റെഡ് കണ്ടില്ലേ? പൊളിഞ്ഞു കിടക്കുന്ന ഇത് കണ്ടോ കെട്ടിടം? ഇത് ഈ തൊട്ടിപ്പുറത്തുള്ളത് അതാണ് പഴയ കെട്ടിടം. മണ്ണൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. വലിയ മോഡേൺ ബിൽഡിങ്സ് ഒന്നും ഇല്ല ഇവിടെ. എല്ലാം ആഥൻസ് സിറ്റി ആണെങ്കിലും എല്ലാം അല്ലേ. ന്യൂയോർക്ക്, ലാസ് വേഗസ് എന്നൊക്കെ പറഞ്ഞ കണക്കല്ലേ. നോക്കിയ മോളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, അതും ഗ്രീക്കാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്കില്ല അവിടെ. ടാക്സി എഴുതിയിട്ടുണ്ട്, ടാക്സി. ടൂറിസ്റ്റുകളാണല്ലോ ടാക്സി ഉപയോഗിക്കുന്നത്. അവർക്ക് വാടകയ്ക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലോ അവർ. എന്നാലും ഇത്ര വലിയ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് അവർക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പാടില്ലേ? കീപ്പ് ചെയ്യുന്നു. എന്തോന്ന് കീപ്പ് ചെയ്യുന്നു? ആണെങ്കിൽ ആളുകൾ കണ്ടു. ഹോട്ടൽ അപ്പോളോ. ഓ അപ്പോളോ ഇവിടുത്തെ എന്തോ ഇതാണല്ലോ, പണ്ടത്തെ ഗ്രീക്ക് ഇതിലുള്ള അപ്പോളോ ഗോഡല്ലേ? ഗോഡ് ഓഫ് ലൈറ്റ്. ഗോഡ് ഓഫ് ലൈറ്റോ? Like sun, yeah. ഓക്കെ. ഇവിടെയാണല്ലോ അല്ലല്ലോ തിരിയണ്ട. മണ്ണിലല്ലേ. 200 മീറ്റേഴ്സ് ഉണ്ട്. 200 മീറ്റേഴ്സ് ഉണ്ട്. ഇതാണ്ട് നമുക്ക് ഇതാണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ലൈനാണ്, റോഡാണ് ഈ കാണുന്നത്. Alright then. മൂന്നാമത്തെ റൈറ്റ്. ഓ ഇവിടെ ഇതൊക്കെ ഉണ്ടോ? ഇങ്ങനെ ക്യാമറ കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഒരാളൊരു കപ്പും കൊണ്ട് വന്നായിരുന്നേ. പക്ഷെ നമ്മളെടുത്തിട്ട് വന്നില്ല. ക്യാമറ കണ്ടിട്ട് അയാൾ വരാത്തയാണോ എന്തോ? കണ്ടില്ലേ? In 200 meters, at the roundabout, take the first exit. BMW ആണോ? അത് കള്ള BMW ആണോ? അത് BMWന്റെ ഇത് വെച്ചിരിക്കുന്നതാണെന്നൊരു സംശയമുണ്ട് എനിക്ക്. ടൊയോട്ടയുടെ വണ്ടി എടുത്തിട്ട് അറിയില്ല, ചിലപ്പോൾ ഇത് രണ്ടാമത്തെ അടുത്തല്ല തിരിക്കണം. റെഡ് ലൈറ്റ് ഒന്ന് നോക്കിക്കോളേ. ഞാൻ ഇത് നോക്കിയപ്പോൾ റെഡ് ലൈറ്റെല്ലാം മിസ്സാവും. നമ്മളെ ട്രാഫിക് കണ്ടില്ലേ എന്ന് പരാതിയായിരുന്നു, ഇപ്പം കണ്ടു. നല്ല പഴയ ടൗണാണ് കേട്ടോ. പഴയ ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ബിൽഡിംഗ് പോലും ഇല്ല. നല്ല പുതിയത് എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ബിൽഡിങ്ങും ഇല്ല. മൊത്തം ഗ്രഫീറ്റിയാണ് ഇവിടെ. ഗ്രഫീറ്റി ഭിത്തിയിൽ ഗ്രഫീറ്റി അടിച്ചു. നമ്മളെല്ലാം താജ്മഹലിൽ പോകുന്ന കണക്കാണ്. താജ്മഹലിൽ പോകുന്ന വഴി കണ്ടിട്ടില്ല. ഒരുമാതിരി മറ്റേ കഴുതച്ചാണകവും വൃത്തിയില്ലാത്ത സ്ട്രീറ്റും പറഞ്ഞ ലോകത്തിലെ ഏറ്റവും, അതായത് 7 വണ്ടേഴ്സിൽ ഒന്നാണ് താജ്മഹൽ. ഇത്രയും വേൾഡ് ഫേമസ് സൈറ്റാണ്. പക്ഷെ ആ പോകുന്ന വഴി നമ്മൾ നോക്കിയാൽ ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ ആഥൻസിലെ 1ാം നമ്പർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അക്രോപോളിസ്. അവിടേക്ക് പോകുന്ന വഴിയാണത്. അല്ല ഞാൻ പറയുന്നത് മീൻസ് നോക്ക്, ഇവിടെ അല്ല. There's a 5-minute congestion on Stadio in 600 meters. You're still on the fastest route. Okay. Continue for 1.5 kilometers. ഈ ഒരു കൈയുടെ ഇത് നോക്കിയ പടം, ഏറ്റവും ഫ്രണ്ടിലത്തെ കെട്ടിടത്തിൽ മുറിച്ചൊരു കൈ. ഇപ്പുറത്ത് നിന്നോ, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. 1.5 കിലോമീറ്റർ ഉണ്ട്. സോ നമ്മൾ വീണ്ടും ട്രാഫിക്കിലായിപ്പോയി. മറ്റത് നമുക്ക് ട്രാഫിക് എത്ര പ്രശ്നമല്ലായിരുന്നു. എല്ലാ ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും ട്രാഫിക്കിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. നമ്മൾ ബെൽജിയത്തിൽ പോയപ്പോൾ ഓർമ്മയുണ്ടോ? ട്രാഫിക് ഇങ്ങനെ നിർത്തി വണ്ടി പോകേണ്ടി വരും. ആംസ്റ്റർഡാമിലോ?
ബെൽജിയം, ബ്രസൽസിൽ. പക്ഷെ അവിടുത്തെ കെട്ടിടങ്ങൾ ആലോചിക്കുകയാണ് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അയ്യോ, എന്താണ് പുത്തൻ വലിയ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ. ഇത് നല്ല ഹൈറ്റുള്ള ബിൽഡിങ്സ് ഒക്കെയാണ്, പക്ഷെ ഒരുപാട് ഓൾഡാണ്. ഓൾഡ് ബിൽഡിങ്സ്. ഓക്കെ, എത്ര മീറ്റർ ഉണ്ട് തിരിയാൻ? റൈറ്റിലോട്ട് തിരിയാൻ 1.4 കിലോമീറ്റർ. 1.4 കിലോമീറ്ററിൽ നമ്മൾ റൈറ്റിലോട്ട് തിരിയണം. അതെ, നേരത്തെ കണ്ട പോലത്തെ ബലൂൺ പോലത്തെ ഒരു സാധനം കണ്ടോ? ബലൂൺ അല്ല, ഹുള ഹൂപ്സ് എന്താ പറഞ്ഞ, ഗോൾ കപ്പേ, പാനിപ്പൂരി പോലത്തെ ബലൂൺ. ഈ ഫാർമസിക്ക് എല്ലായിടത്തും ഒരുപോലെയാണല്ലോ സൈന്, പച്ച സൈന് അല്ലേ? അപ്പം നമുക്ക് തിരിയാനുള്ള സ്ഥലം വന്നു. എത്ര മീറ്റർ ഉണ്ട് ഇനി? 1.2 കിലോമീറ്റർ. ഇവിടെ ഒത്തിരി വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. കാണിക്കും, മുമ്പോട്ട് കാണിക്കും, എനിക്ക് കാണത്തില്ല. ഓ, ഇവിടുത്തെ വലിയ മറ്റേ ബ്രിട്ടൻസ് ഗോട്ട് ടാലന്റ് പോലത്തെ TV പരിപാടിയുടെ പരസ്യം കണ്ടോ? ടാബ് 5055. ഇവിടെ ടാക്സി ലൈനോ അങ്ങനത്തെ വല്ല ലൈനോ ബസ് ലൈനോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല കേട്ടോ. ഒന്നും എഴുതിയൊന്നും വച്ചിട്ടില്ല. സോ എക്സ്ട്രീംലി കെയർഫുൾ. ഫൈനൊക്കെ വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. നമ്മൾ കാർ ഹയർ ചെയ്യുന്നിടത്തുനിന്ന് വല്ല ലെറ്ററൊക്കെ വരുമ്പോഴേ അറിയത്തുള്ളൂ. സോ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് നിൽക്കുക. പുറത്തൊരു യെല്ലോ ലൈൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഊഹിക്കുകയാണ് അത് ടാക്സികൾക്ക് പോകാനുള്ള ലൈനാണെന്ന് തോന്നുന്നു. കണ്ടോ, ടാക്സികൾ മാത്രം പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ നമുക്കിത് ഒരു ഇൻഡിക്കേഷൻ തരാനായിട്ട് ഒരു സൈന് പോലും ഇല്ല അല്ലേ? ടാക്സി ലൈൻ, ബസ് ലൈൻ എന്ന് എഴുതി വെച്ചിട്ടില്ല. അല്ല, ബൈക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അല്ല ഫൈൻ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇറ്റലി പോയപ്പോഴല്ലേ. ഇറ്റലി പോയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണലിൽ അവിടെ ഇതുപോലെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, നമ്മൾ ഈ ടണലല്ലോ ടോള് കൊടുക്കുന്നിടത്ത് നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്യുന്ന സ്ഥലമുണ്ട്, ക്യാഷ് പേ ചെയ്യുന്ന സ്ഥലമുണ്ട്, അല്ലാതെ ടാഗ് ഉള്ളവർക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവർ ഈ ക്യാഷ് വെച്ച് പേ ചെയ്യുന്ന സ്ഥലവും കാർഡ് വെച്ച് പേ ചെയ്യുന്ന സ്ഥലവും ഒക്കെ ഒരുപോലെ നമുക്ക് തോന്നി. അതിൻ്റെ ഒരു സൈന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, ഒരു മനുഷ്യൻ്റെ പടം മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തുവാണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒരു വിളിക്കാനൊരു കോൾ ബട്ടൺ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചപ്പോൾ അവർ ഇതുപോലെ ഇറ്റാലിയൻ ഭാഷയിൽ എന്തോന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഹൗ മച്ച് ടോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. ഒരു നീളമുള്ള റെസീറ്റ് ഇറങ്ങി വന്നു അതിൻ്റെ ഇതിൽ കൂടെ. അപ്പം നമ്മൾ വിചാരിച്ചോ ഇതെന്താണ് സംഭവം. എന്നിട്ട് ആ ടോളിൻ്റെ ഗേറ്റും അങ്ങ് തുറന്നു. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മളെ വെറുതെ വിട്ട്. കാര്യം ഇവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിടാത്തതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ പേ ചെയ്യണമെന്ന് അറിയത്തില്ല, ടാഗില്ല. അപ്പോൾ എവിടെയാണ് പേ ചെയ്യേണ്ടത് അവിടെ നോക്കിയപ്പോൾ കാർഡ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല. ക്യാഷ് ഇടാനുള്ള ഒരു ഇതുണ്ട്, ഹോളുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അത് കോയിനോ അല്ലെങ്കിൽ നോട്ടോ ഫീഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലാണെങ്കിൽ നോട്ടും ഇല്ല, കോയിനും ഇല്ല, കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള കോണ്ടാക്ട്ലെസ്സിൻ്റെ ഇതില്ല, മെഷീനില്ല. അവസാനം അവർ തുറന്ന് നമ്മൾ പോയി. അപ്പം അങ്ങനെ 2-3 സ്ഥലത്ത് ഇതുപോലെ സംഭവിച്ചു. എന്ത് പറ്റി? അത് ഡെഫിനറ്റ്ലി അല്ലായിരിക്കുമല്ലോ. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ലെറ്റർ വന്നു, ഇറ്റലിയിൽ നിന്ന് കാർ ഹയർ കമ്പനിയുടെ ലെറ്റർ വന്നു. നമ്മൾ ടോൾ പേ ചെയ്തില്ല, അതിൻ്റെ ഫൈനാന്ന് പറഞ്ഞിട്ട് €300 അങ്ങനെ കണ്ട സംഭവമാണ്. 2-3 സ്ഥലത്തും കൂടെ അത് അടയ്ക്കുന്നെങ്കിൽ €4 €3 കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ കാർഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുണ്ടായിരുന്നു. എനിവേ നമ്മളത് പേ ചെയ്തു. അത് പേ ചെയ്യണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ അത് പേ ചെയ്തില്ലെങ്കിലും ആരും ഇപ്പം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ കാർ ഹയർ കമ്പനി യൂസ് ചെയ്യായിരുന്നു അതിന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ വല്ല
ഫൈനോ അങ്ങനെ കിട്ടുവാണെങ്കിൽ മാക്സിമം നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് 50 euros ആണ്. കാര്യം നമ്മളെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 50 euro ആണ്. നമ്മൾ അതിൻ്റെ എക്സസിൻ്റെയും ഫുൾ ഇൻഷുറൻസിൻ്റെ ഒക്കെ പേ ചെയ്ത് തരണം. നമ്മൾ അവരുടെ ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് 50 euroയേ ഉള്ളൂ. കാർ ഹയർ ചെയ്തപ്പോൾ കാർ ഹയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ 1000 euro ഒരു ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് എടുക്കും. ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ആ പൈസയും കട്ട് ചെയ്യും. കാര്യം അവരുടെ കയ്യിലായിരിക്കുകയാണ് പൈസ. ഇതുപോലെ സ്പീഡിങ്ങിൻ്റെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കാർ ഹയർ ചെയ്യാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ പോവാം, എപ്പോൾ വേണമെങ്കിലും പോവാം. അതെ. പക്ഷേ ഇത്തവണ നമ്മൾ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 50 euro മാത്രമേ അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരത്തുള്ളൂ. ഇപ്പോൾ വണ്ടി ഇടിച്ച് തകർത്ത് കൊണ്ട് കൊടുത്താലും നമ്മളെ കയ്യിൽ നിന്നൊന്നും അവർ മേടിക്കാൻ പറ്റത്തില്ല. 700 മീറ്ററിൽ തിരിയണേ. 0 excess ആണ്. 700 മീറ്ററിൽ എങ്ങോട്ട് തിരിയണം? റൈറ്റ്. പിന്നെ എത്ര സമയമുണ്ട്? 13 minutes ഉണ്ട് ഇനി. 1.8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നട്ടുച്ച ടെമ്പറേച്ചർ 24.5 ഇൻ അത്തൻസ്. ആദ്യമായിട്ട് ഒരു വൃത്തിയുള്ള ബിൽഡിംഗ് ഉണ്ട് അയാളുടെ സൈഡിൽ. സ്റ്റാച്ചു അവിടുത്തെ റൈറ്റിലോട്ട് പോയാലോ? ബൈക്കുകാരന്മാരുണ്ട് നോക്കുന്നത്. പക്ഷെ അവിടെ അത്രയും മഞ്ഞക്കാർമാരാണല്ലോ. മറ്റേ കാറൊന്നും കയറുന്നില്ല. നമ്മള് പിന്നെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ കാറിൽ പോകുമ്പോൾ നമ്മളൊരു അക്രോപോളിസ് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബസ് ടൂറിൽ പോയി കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കയറി പോകും. ഇവിടെയൊക്കെ എത്തിരി വലിയ കെട്ടിടങ്ങളുണ്ടല്ലേ. നല്ല കെട്ടിടങ്ങളുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന ഒരുത്തൻ. അത് പണ്ടത്തെ രാജാവുകളായിരിക്കും ഇവിടുത്തെ. ഇങ്ങോട്ട് പോക്കോളാം പറയാ കഴിഞ്ഞോണ്ട് ഇപ്പോൾ സ്റ്റോപ്പ്. ആ കെട്ടിടം അങ്ങനെ തിരിയല്ലേ. 400 മീറ്റർ അതെല്ലാവരും തിരിയുന്ന സ്ഥലം തന്നെ. അങ്ങനെ റൈറ്റാണല്ലോ അത്. അങ്ങനെയുള്ള ഇവിടെ കയറണ്ട. ഇനി ഇവിടെ ടാക്സി. അതേ അടുത്ത ബസ് ഉണ്ടോ? ഓപ്പൺ ബസ്. 24 hours വാലിഡ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ 24 hours നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇറങ്ങി നടക്കാണ്. ട്രാമാണ്. ട്രാമിന്റെ ലൈൻ ഉണ്ടല്ലോ റോഡില്. അതല്ല, മുകളിലാണ് എൻ്റെ ഇത്, താഴെയല്ല. ട്രാമല്ല, ബസ് തന്നെ, ഇലക്ട്രിക് ബസ്. പക്ഷെ ട്രാമെന്ന് ഡ്രൈവർ ഇല്ലേ അപ്പം? ഡ്രൈവർക്കാണ്. എടി ബസ്സിന്റെ പവർ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി ആണ്, അല്ലാതെ പെട്രോളോ ഡീസലോ അല്ല, ബാറ്ററിയോ അല്ല. മുകളിൽ നിന്നുള്ള കറണ്ട് വഴിയാണ് പോകുന്നത്. സോ അതിനായിരിക്കും യെല്ലോ ലൈൻ ഇട്ടേക്കുന്നല്ലേ. In 200 meters, turn right. കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ. പക്ഷെ അയാൾക്ക് മാറി അങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല അല്ലേ. ആ ലൈനുള്ളിടത്ത് മാത്രമല്ലേ പറ്റത്തുള്ളൂ ആ ബസ്. എല്ലാ കൺട്രിയിൽ നിന്നും ഉള്ള ആൾക്കാരൊക്കെ ഉള്ള മൾട്ടിനാഷണൽ. അവിടെ എങ്ങോട്ടാ വന്ന് കൈമാറ്റ്. ഫോളോ ദി വാൻ. Turn right. Turn right. അവിടെ ടേൺ റൈറ്റ്. ഇവിടെ How much longer? 9 minutes. ഇവിടെ ഈ ഫുഡ് നമ്മളവിടെ സൊമാറ്റോ എന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടുത്തെ ഡെലിവറി കമ്പനിയുടെ പേര് കണ്ടോ, ഈ ഫുഡ്. അങ്ങ് പോയ ഒരു സ്കൂട്ടറിൽ പോയണ്ടല്ലേ. സൊമാറ്റോ ബേക്കിൽ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ ഈറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഗ്രീസിലെ ഈ ഫുഡാണ്. നിങ്ങൾക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ
ഈ ഫുഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ. നമ്മൾ വെറുതെ പരസ്യം കൊടുത്തല്ലേ അവർക്ക്. ദേ ഇരിക്കുന്ന ഈ ഫുഡ്. In 600 meters, turn left. ശരി, ആയിക്കോട്ടെ. നമ്മൾ ഈ ഫുഡിന്റെ അംബാസഡർ ആയി പെട്ടെന്ന്. മോളെ പോയിക്കാതാ നല്ലത്, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ കുറെ മറ്റേ സുവനീഴ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. ബൈക്കാരന്മാരുണ്ട്. ആദ്യമായിട്ട് KFC കണ്ട് ഗ്രീസിൽ വന്നിട്ട്. നല്ല തണലുള്ള സ്ഥലം എത്തിയിരിക്കുന്നു. ട്രാഫിക് ഉണ്ടെങ്കിലും തണലുണ്ട്. ടൂറിസ്റ്റുകളെ കാണുന്നുണ്ട്. ഇത്തിരി വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. സൈഡില് റെസ്റ്റോറൻറ്റുകളില് കോഫിയും ജ്യൂസും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. സോ അറ്റ്മോസ്ഫിയർ ഒരു ടൂറിസ്റ്റ് ഏരിയയുടേത് ആയി തുടങ്ങിയിരിക്കുന്നു. ഫ്ലാഗിന്റെ കളർ വൈറ്റും ബ്ലൂ ആണ്. പോലീസ് നിപ്പുണ്ട്. പോലീസ് വണ്ടി നിപ്പുണ്ട്. ബോണ്ടുണ്ട്. അത് പറയുന്ന പോലെയാണല്ലോ. ഹോണ്ടായ് ഉണ്ട്. പിന്നെന്താ ഉണ്ട്? സോ നല്ല ഇടുങ്ങിയ തെരുവുകളാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അമ്മമാരണം ക്രോസ് ചെയ്ത് പോയി. ഇതേ വേറെ ലേഡി ക്രോസ് ചെയ്യുന്നു. ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവിങ് ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. അതെന്താണ് 24.5 ഡിഗ്രിയാണ്. പക്ഷേ ഈ തണലുള്ള സ്ഥലമായത് കാരണമാണ് അല്ലേ. നല്ലൊരു ചെറിയൊരു കൂൾ ഫീൽ, കൂളിംഗ്. സോ നമുക്ക് ആ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്കൊരു കൂൾ ഫീലിംഗ് വരുന്നുണ്ട് അല്ലേ. വെയിലാണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ ബേൺ ആയിട്ട് ഇരിക്കും നമ്മളുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം. അപ്പം നമുക്കൊരു കൂൾ ഫീലാണ് നമ്മളിലേക്ക് നടന്നു പോകുമ്പോൾ. നടന്നു പോകുന്നുണ്ട് ആൾക്കാർ റോഡിൻ്റെ നടുക്കൂടെ. ഓരോ സ്ഥലത്ത് ഓരോ രീതികൾ. ഇവിടെ ഇപ്പം സിറ്റിയാണ്. അപ്പോൾ ആൾക്കാർ തിരക്ക് പിടിച്ച് നടക്കുന്നു. അതൊക്കെ അവിടെ ഒരു പുതിയ കെട്ടിടം കണ്ടു. പുതിയ ഒരു ചർച്ചാണിത്. ഇടത് സൈഡിലായിട്ട്. ഓക്കെ, അക്രോപോളിസ് പ്ലാക്ക. നമ്മൾ എത്തിയടി. കുറച്ച് എത്ര സമയമുണ്ട്? ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് സ്പേസ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നടക്കാമായിരുന്നു. പക്ഷെ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയേ. അത്രയും ദൂരം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെ കാണും എന്തായാലും പാർക്കിംഗ്. എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഡ്രസ് വൈറ്റ് ആണ് അല്ലേ. ചൈനീസ് റെസ്റ്റോറൻറ്റ്. ചൈനീസ് ഫുഡ് കഴിക്കുന്നവർക്ക് ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. പക്ഷെ അത് അവരുടെ ഒരു സിഗ്നേച്ചർ ഡെക്കറേഷനാണ്. അങ്ങനെയുള്ളൊരു സംഭവം എവിടെ നിന്ന് നോക്കിയാലും അറിയാം. നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകാർക്ക് അങ്ങനെ ഒരു സിഗ്നേച്ചറായിട്ട് പറയാനില്ല അല്ലേ. ദൂരെ നോക്കി നമുക്ക് അറിയത്തൊന്നുമില്ല. യൂറോപ്യൻ സെന്റർ ഫ്രൈഡ് റൈസ് ഉണ്ട്. നല്ല ചൈനീസ് നല്ല തിരക്കായി. ഇത് കൊള്ളാലോ. ഇവിടെ ഇതില് വെക്കാണ്ട് സ്റ്റിക്കാണല്ലോ. ട്രാഫിക് ഭയങ്കര ട്രാഫിക്കാണല്ലേ. നമ്മൾ അത്ര നേരമായി സിറ്റി വന്നിട്ടല്ലോ. പോലീസ് പിടിച്ചോണ്ട് പോകുന്നില്ല. അവര് ഫ്രണ്ട്ലി ആയിട്ട് വർത്താനം പറഞ്ഞോണ്ട് പോവുകയാണ്. ക്യുക് പിത്ത 1979. ക്യുക് പിത്ത തുടങ്ങിയിട്ട് എത്ര വർഷമായി? 47 years. ദൈവമേ, എന്താണ് എത്ര കറങ്ങി വരണേ ഈ ട്രാഫിക്കിൽ? അറിയില്ല. അതിൽ കൂടെ കറങ്ങണം. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി കണ്ടില്ലേ പുറകില്?
പുറകിലാണ് ഇച്ചിരി ഒന്ന് ജസ്റ്റ് ടേൺ എടുത്താൽ എങ്ങനെ പറയാം. എടുക്കും? ഈസി. തൊട്ട് വണ്ടി കുറെ മൊട്ടത്തലയന്മാർ വരുന്നുണ്ട്. മൊട്ടത്തലയന്മാർ Now how long? ഇതിൽ നിൽക്കുന്ന എന്തിനാണ് എടുക്കുന്നത്? ആൾക്കാർ വരുന്നുണ്ടല്ലേ, എത്രയും നിറച്ച് തിരക്കുള്ള സ്ഥലമല്ലേ അത്. ലക്സി ഇനി കറങ്ങി ഏത് വഴി? ഭൂമി ഉരുണ്ടതല്ലേ, നമ്മളൊരു Head north. എക്സിറ്റ് തെറ്റിപ്പോയി അല്ലേ. അത് കാരണം 18 minutes ഉണ്ട്. മറ്റെത്രയായിരുന്നു? 6 minutes. ചുമ്മാ ചുമ്മാ അല്ല. ദൈവമേ. In 100 meters, turn right. അത് കാരണം ഈ തെരുവുകളിലൂടെ നമുക്ക് കാണാം. കൊപ്പുൾസ് മാത്രമല്ല ഈ തെരുവും കാണാം. ഇത് തന്നെയാണോ? നോക്കട്ടെ, എക്സിറ്റ് അടിച്ചിട്ട്. ഒന്നും ചെയ്യണ്ട. അല്ല, ഞാനത് മാറ്റിയെന്ന് ഡൗട്ട് ഉണ്ട്. എന്ത് മാറ്റിയെന്ന്? ഇത് തന്നെയാണോ? ദൂരെ നോക്കിയ ഒരു ഇത് കാണുന്നുണ്ട്. അവിടെ ആണെങ്കിൽ റൈറ്റ് എടുക്കാനാണ്. പശ ചവയ്ക്കുന്ന ചവച്ചോണ്ട് നടക്കണോ? അപ്പോൾ നമ്മൾ വീണ്ടും റൈറ്റ് ടേൺ എടുത്ത് വരാൻ പോവാണ്. ഓക്കെ, എന്തിനാണത് വെച്ചിരിക്കുന്നത്? നന്നായിട്ടുണ്ട്. തിരക്കുണ്ടോ? Head west. പാർക്കിംഗ്. പക്ഷെ അത് ഡിസേബിൾ പാർക്കിംഗ്. In 400 ദൂരെ നോക്കിയ meters, ടൗൺ turn ആണ്. right. പാർക്കിംഗ് ആണ് പാട് കേട്ടോ. ഇവിടെ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പാർക്കിങ്. അടുത്തെവിടെയെങ്കിലും പാർക്ക് ഉണ്ട്. അക്രോപോളിസ് നമ്മൾ കണ്ടു ലെഫ്റ്റ് സൈഡിൽ. കണ്ടോ? ബസ് കണ്ടോ? ഇതിലുള്ള ഏതെങ്കിലും ബസ്സിൽ കയറുക, ഫുൾ കാണുക ആഥൻസ്. കാറിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒത്തല്ല. നമ്മളിങ്ങനെ ട്രാഫിക്കിൽ കുരുങ്ങി നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തല്ലോ. ടൈം വേസ്റ്റ് ആവുന്ന എന്തോ നമ്മൾ കാണുമല്ലേ, ആഥൻസ് കാണുമല്ലേ. ഇറ്റ്സ് നോട്ട് വേസ്റ്റിംഗ് ടൈം, ബട്ട് ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അടിപൊളി വ്യൂ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ കാർ പാർക്ക് ചെയ്യാൻ നമുക്കുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. കാർ പാർക്കിങ്ങിലോട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പോൾ അക്രോപോളിസ് നമ്മൾ ഓൾറെഡി കണ്ടു ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, പക്ഷേ ഓ പാർക്കിംഗ്. ഓക്കെ, ലെറ്റ്സ് സീ. പോകാൻ പറ്റില്ല. നോക്കാം. ഇതാണോ പാർക്കിങ്? ഇതാണോ അറിയില്ല, നോക്കട്ടെ. ഏതായാലും പോയി നോക്കാം. വാനൊക്കെ പോയതല്ലേ. ഓ, ഇത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു Head കാർ northeast, then ഇട്ടേക്കുന്നത്. turn right. ഇതല്ല, പക്ഷേ ഈ നാവിഗേറ്റർ കാണിക്കുന്നത് മുന്നോട്ട് പോകാനാ പറയുന്നത്. ഇതൊക്കെ വഴികളാണ്. സ്ട്രീറ്റ് പാർക്കിംഗ് ആണ് ഇതൊക്കെ. Turn right, then turn left. ഓ, അവിടെ നിന്നാണ് നല്ല രസമുള്ളൊരിത്. ഇത് കണ്ടോടി. ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ചൈനീസുകാരുടെയാണ്. കണ്ട ഡ്രാഗൺ കണ്ടോ മോഡല്? ചൈനീസുകാരുടെ. സോ നമ്മൾ വന്ന് സ്റ്റക്കായി. ഇനി ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മളെ മൂവ് ചെയ്യുമ്പോൾ കാണിക്കാൻ. ഫ്രണ്ടിൽ ഒരു വാൻ ഉള്ളത് കാരണം നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതുവഴി പോകാൻ പറ്റും എന്നുള്ളൊരു സൂചനയാണത്. അല്ലെങ്കിൽ നമുക്കൊരു ചില സ്ട്രീറ്റുകളിൽ വെച്ച് കയറുമ്പോൾ നമുക്കൊരു സംശയം വരും, ഇതുവഴി പോകാൻ പാടുണ്ടോ, ഇതുവഴി വണ്ടികളെ കടത്തി വിടുമോ എന്നൊക്കെ ഡൗട്ട് വരും. ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. സോ ഫ്രണ്ടിൽ ഏതായാലും ഒരു വാൻ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്ത് പോവാണ്. പാർക്കിംഗ് കിട്ടുമോ നോക്കട്ടെ. പുറകിലുമുണ്ട് വണ്ടി. ഓക്കെ, ഇവിടെ പാർക്കിംഗ് നമ്മുടെ അവിടെ യു കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ഒക്കെ ഇതുപോലെയുള്ള അട്രാക്ഷനുകളുടെ അടുത്ത് മെയിനായിട്ട് അവർ ചെയ്തു വെക്കുന്ന ഒരു കാര്യം അതാണേ. നമ്മുടെ നാട്ടിലും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. പാർക്കിംഗ് ആണ് ഏറ്റവും ഇപ്പോഴത്തെ ഒരു നല്ല അടിപൊളി ഇതുണ്ടല്ലോ കേട്ടോ. നല്ല പൂക്കൾ വെച്ചിട്ട് ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എവിടെ എങ്ങോട്ടാണോ തിരിയുള്ളത്? പാർക്കിംഗ് ഇങ്ങോട്ടാണ്. ഓക്കെ ഓക്കെ, നോക്കട്ടെ.
നേരെ തിരിച്ച് ആ സ്ട്രീറ്റിലോട്ട് തന്നെ വരാൻ പോവാണെന്നാണ് എനിക്ക് Head തോന്നുന്നത്. southeast, then turn left. ഇതാണോ Turn left, then ഇതാണോ turn പാർക്കിംഗ്? right. ആ. ഇതാണ് പാർക്കിംഗ് ഇവിടുത്തെ. അപ്പം ഇവിടെ ഒട്ടും സ്ഥലമില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇവിടെ നമ്മൾ ഇട സൈഡിൽ ഒരു ചെറിയ Head പാർക്കിംഗ്, southeast, then turn left. ഒരു 10 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടു. പക്ഷെ നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാൻ ഒട്ടും Turn സ്ഥലം. left, then turn left. അതെല്ലാം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇട്ടേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പോയിട്ട് വരുമ്പം അതിൻ്റെ ഫ്രണ്ടിൽ വേറെ ആരെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് മൾട്ടി സ്റ്റോറി പാർക്കെന്ന് വെച്ച് നോക്കിയിട്ട് ചിലപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ പാർക്കിംഗ് ആണ് കാണിക്കുന്നത്. അതാണ് പ്രശ്നം. വണ്ടിയിലല്ല പുറകിൽ ഒന്നാലും എക്സിറ്റ് ചെയ്യട്ടെ. ഉം. അവിടെ ഇങ്ങോട്ട് വരുന്നു വണ്ടി. സ്ട്രീറ്റ് പാർക്കിംഗ് ടാക്സികളുടെ ആണല്ലേ ഇത്? Turn left, then turn right. Let's see. എന്താണ് ഈ പി കാണിച്ചേക്കണം? അത് തന്നെ, അത് ടാക്സി പാർക്കിംഗ് ആണ്. ഇതവിടെ കൊണ്ടുവച്ച് നിർത്തുകയും ചെയ്യും എൻ്റെ കയ്യിൽ. വെയിറ്റ് ചെയ്യാം, അങ്ങനെ പോകട്ടെ. ഇത് നമ്മളിന്ന് നമ്മുടെ സ്റ്റക്കായി കിടക്കത്തേ ഉള്ളൂ ട്രാഫിക്കിൽ. കണ്ടോ അക്രോപോളിസ്? സോ മൾട്ടി സ്റ്റോറി കാർ പാർക്ക് എന്ന് വെച്ചിവിടെ കാണത്തില്ല. ഇപ്പോൾ പോലീസ് അങ്ങോട്ട് വിടുന്നുണ്ടല്ലോ വണ്ടി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങോട്ട് വിട്ടു. എന്താണ് പൊട്ടൻ? അവനും ചുമ്മാ ഓരോന്ന് കൺട്രോൾ ചെയ്ത് വിടുന്നതല്ലേ. ഇവിടെ തിരക്കായിട്ടാണ് അങ്ങോട്ട് വിട്ടത്. അവനെന്താണ് തലയ്ക്ക് പോകണം? ഉണ്ടോ? എന്താണ് സ്റ്റാർട്ട് ചെയ്യണോ? സ്റ്റാർട്ട് ചെയ്യും. അറിയില്ല. കണ്ട് കയറാന്നുള്ളത് South. കണ്ട് കയറാൻ പറ്റണമെങ്കിലേ പറ്റുള്ളൂ. പാർക്കിങ് ചെറിയ ചെറിയ പാർക്കിംഗ് ഒക്കെ കാണിക്കാല്ലേ. മൾട്ടി സ്റ്റോറി പാർക്കിംഗ്. Turn left. എക്സിറ്റ് എന്തിനാണ് ചെയ്യണേ? Walk east. ആ, ഇത് നടക്കാനുള്ളതാണ് വെച്ചേക്കണത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്, വി വിൽ ഹാവ് എ ലുക്ക്. ദേ പാർക്കിംഗ് ആണ് ഇതുണ്ടോ? ഓമോട്ടിക്കോ Head north. പാർക്കിംഗ് എന്നേ ഈ ചെറിയ ചെറിയ പാർക്കിംഗ് അതിൽ സൈൻ കാണിക്കും. നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണത്തില്ല. ഹോട്ടൽ. സോ ആത്തൻസിലോട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പാർക്കിംഗ് കിട്ടാൻ നല്ല പാർക്കിംഗ് ഇതേ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ആ Turn പാർക്കിംഗ് right. അതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പാർക്കിംഗ് 40 മീറ്റർ നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് സോ നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് ഒരു 6 മിനിറ്റ്സ് അവേ ആയിരുന്നു അക്രോപോളിസിൻ്റെ അവിടെ നിന്ന്. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വൺ വേ സ്ട്രീറ്റുകൾ ഉള്ളത് കാരണം നമ്മൾ ഒരു റോങ് ടേൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു കാരണം. പിന്നെ അത്രയ്ക്ക് വേണ്ടി പാർക്കിംഗ് അവൈലബിൾ അല്ല ഇവിടെ. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്താൽ. ആ കാറ് കയറി. ഇത് ഗ്യാപ്പാണോ? അവിടെ കയറൂല. ബൈക്ക് പോകില്ല. ബൈക്ക് എടുത്ത് മാറ്റാമെങ്കിൽ കയറായിരുന്നല്ലേ. ഒരു ബൈക്ക് കൊണ്ട് വെച്ചേ. ഒഴിവുള്ളടുത്ത് ബൈക്ക് കയറ്റി വെച്ചിട്ടുണ്ടോ അവര്? ഇതൊക്കെ തന്നെ ഇതേ കണ്ടോ parking. ഇതാ വെച്ചിരുന്ന ബൈക്ക് ഇവിടെ കയറൂലേടി? ഞാൻ ഇറങ്ങി നോക്കണം. നിക്ക് ഇറങ്ങി.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പാർക്ക് ചെയ്ത് പണി പറ്റിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമുക്ക് അക്രോപോളിസിൻ്റെ കാഴ്ചകൾ കാണാം. ശരി എന്നാൽ.